ആരിഫ് ഹുസൈൻ തെരുവത്ത്, യെസ്. നിന്നോടൊരു വിഷയം മാത്രമേ എനിക്ക് സംസാരിക്കാൻ തോന്നാറുള്ളൂ എപ്പോഴും. നീ സമാധാന മതത്തെ ആക്രമിച്ച് അവരുടെ സമാധാനം കെടുത്തുന്നു എന്നാണ് നിൻ്റെ പേരിലൊരു വലിയ ആരോപണം. അതുകൊണ്ട് ഈ ലോക സമാധാനത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ്? പ്രത്യേകിച്ച് മതങ്ങൾ സമാധാനത്തിന് വലിയ ഭംഗം വരുത്തും എന്ന നിരീക്ഷണം യുക്തിവാദികൾ എല്ലാ കാലത്തും മുന്നോട്ട് വെക്കുന്നതാണ്. ചരിത്രപരമായി അത് പലപ്പോഴും തെളിയിക്കപ്പെട്ടതുമാണ്. എന്താണ് അതിൻ്റെ വർത്തമാനം പറയുമ്പോൾ ആദ്യം ഒരു കാര്യം, ഇപ്പോൾ സമാധാന മതത്തെ ആക്രമിച്ച് വലിയ പരിക്കുകൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന് ചില സാക്ഷ്യപ്പെടുത്തലുകൾ കൂടി ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ നമ്പറിലേക്ക് ഒരു സുഹൃത്ത് വിളിച്ചിട്ട്, ഒരു പ്രായമായിട്ടുള്ള ഒരാളാണ്, ആൾ വിളിച്ചിട്ട് പറഞ്ഞത് പള്ളി മഹല്ലുകളിൽ വരിസംഖ്യ കൊടുക്കാൻ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരുടെ കുടുംബത്തിൽ നിന്ന് വലിയ വിമുഖത, പ്രത്യേകിച്ച് യങ് ജനറേഷൻ. അപ്പോൾ അതുകൊണ്ട് വരുമാനം വല്ലാതെ കുറയുന്നു, അവർ ഹഫ്ത പിരിക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്, നിർബന്ധിച്ചൊക്കെയാണ് പിരിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പരാതി. അപ്പോൾ നമ്മളോട് പറയണം എന്തെങ്കിലും സൊല്യൂഷൻ അതിന്. അപ്പം ഞാൻ പറഞ്ഞു അതെ, അതാണ് ഇപ്പം നമ്മുടെ അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇറാനിലടക്കം 50,000 പള്ളി പൂട്ടിയതിൻ്റെ വാർത്ത വന്നപ്പോൾ അതിൽ അവർ പറഞ്ഞത് ഇതേ കാരണമാണ്. അതായത് വിശ്വാസികൾ പള്ളി പരിപാലനത്തിന് പൈസ കൊടുക്കാൻ തയ്യാറല്ലാതെയായി, അങ്ങനെയാണ് അത് പൂട്ടിപ്പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു വലിയ തിരിച്ചറിവ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്, ഒരു വലിയ മാറ്റം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ലോക സമാധാനം നമ്മൾ പ്രത്യേകിച്ചും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് നമ്മൾ അതിനകത്ത് ഒരു മതങ്ങളുടെ പങ്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ ഘട്ടത്തിലും ഓരോ മതത്തിന് അതിനകത്ത് പങ്കുണ്ട്. ചില മതങ്ങൾക്ക് വലിയ പങ്കുണ്ട്, ചില മതങ്ങൾക്ക് വലിയ പങ്കില്ല, അങ്ങനെ നമുക്ക് പറയാം. പക്ഷേ ഇന്നത്തെ വർത്തമാനകാലം നമ്മൾ ഭൂമിയിലെ ഈ ധാർമ്മിക മൂല്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് വലിയ യുദ്ധങ്ങൾ നടന്നത് എന്നല്ലേ ചരിത്രത്തിൻ്റെ ഒരു ന്യായം? അതൊരു തൊടുന്യായം മാത്രമാണ്. കാരണം വലിയ അന്യായങ്ങൾ ഉണ്ടാക്കിയതും ഇതേ മതങ്ങളാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് ന്യായം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇന്നുള്ളപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, നമുക്കിപ്പോൾ കപ്പലണ്ടി കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കടപ്പുറത്ത് പോയിട്ട് എന്താ ചെയ്യുക? അവിടെ മണലിൽ കിടക്കുന്ന കപ്പലണ്ടി പെറുക്കിയല്ലല്ലോ നമ്മൾ തിന്നുക. അവിടെ കപ്പലണ്ടി 10 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നമുക്ക് വാങ്ങിച്ച് കഴിക്കാനുള്ള സൗകര്യം ഇന്നുണ്ട്. ഇന്ന് അതിനുള്ള മോറൽ എത്തിക്കൽ കോഡ്സ് ഇന്ന് നിലവിലുള്ളപ്പോൾ നമ്മൾ അത് പോയിട്ട് എടുക്കുക. അതല്ലാതെ ഈ ധാർമ്മികവും അധാർമികവുമായ കാര്യങ്ങളുടെ വലിയൊരു കൂട്ടിക്കുഴയ്ക്കൽ നടന്നിട്ടുള്ള ആ കടപ്പുറത്തെ മണൽ പരപ്പിൽ നിന്നും, ഈ മതങ്ങളാകുന്ന മണൽ പരപ്പിൽ നിന്നും, അവിടെ നിന്നും ഈ ധാർമ്മികതയാകുന്ന കപ്പലണ്ടി പെറുക്കി തിന്നേണ്ട ഒരു ഗതികേട് നമുക്കുണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇല്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ യുദ്ധവും അധിനിവേശവും വേണ്ടാത്ത, അധികാരവും ആസ്തിയും വേണ്ടാത്ത, മതങ്ങളേ ഇല്ലാത്ത ശുദ്ധ ദൈവം അല്ലെങ്കിൽ ഒരു ആത്മീയമായ വിശ്വാസം, ആ വിശ്വാസം ഭൂമിയിൽ സമാധാനം മാത്രമല്ലേ വരുത്തിയിട്ടുള്ളൂ ആരിഫെ? സത്യസന്ധമായൊരു വിലയിരുത്തൽ. നമുക്കങ്ങനെ പറയുമ്പോൾ അതിലൊരു ഓവർ ജനറലൈസേഷൻ ഉണ്ട്. കാരണം നമ്മൾ ഈ മതങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമാണ് അവിടെ. നമ്മൾ പറയുന്നത് ഓരോ ഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിലും ഏത് മതത്തിനാണ് ആ പങ്കെന്നും കൂടി നമ്മൾ പറയണം. നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനാണ് പങ്ക്. അവിടെ ക്രിസ്ത്യാനിറ്റിക്ക് പങ്കില്ല. ക്രിസ്ത്യാനിറ്റിയൊക്കെ അവരുടെ അത്തരത്തിലുള്ള ആ ഒരു നിലപാടിൽ നിന്നൊക്കെ മാറി അവർ പരിവർത്തനം ചെയ്യപ്പെട്ട് ആ രീതിയിലേക്ക് മുന്നോട്ട് പോയിട്ടുള്ള ഒരു മതസമൂഹമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലുള്ള ഹിന്ദു മതം സനാതന ധർമ്മം എന്ന് അവർ വിളിക്കും. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്തെ പോയി ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതിനകത്തൊരു സാമ്രാജ്യത്വ സ്വഭാവം കാണിച്ചത് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയില്ല. എന്നാൽ അവർ ഒരു ഇൻക്ലൂസീവ്നെസ്സിൻ്റെ എലമെൻറ്റ്സ് അവിടെ കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓൾറെഡി 33 കോടി ദൈവങ്ങളുള്ളപ്പോൾ ഒരു അള്ളാഹുവോ അല്ലെങ്കിൽ ഒരു യഹോവയോ വന്നാൽ അവർക്ക് അതും കൂടി ഇങ്ങ് പോന്നോട്ടെ എന്ന് പറയാൻ അവർക്ക് കഴിയുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ ഇൻക്ലൂസീവ്നെസ് ഈ സെമിറ്റിക് മതങ്ങൾക്ക് കാണാനില്ല. ഇങ്ങനെയുള്ള പല പല ഘടകങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ തൂക്കി നോക്കിയിട്ട് എല്ലാം ഒരുപോലെയാണെന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. ചില മതങ്ങൾക്ക് കൊമ്പുണ്ട്. ഇന്ന് നിലവിൽ ആ കൊമ്പ് അത് നമ്മളുടെ ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് തന്നെയാണ്. ഞാനത് പറയാറുള്ളത് ഒരു ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ എടുത്തു വെച്ചിട്ട് തന്നെയാണ് പറയാറുള്ളത്. ഓരോ വർഷവും അത് പബ്ലിഷ് ചെയ്യാറുണ്ട്. 2024 കണക്ക് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ടോപ്പ് 4 ടെറർ ഓർഗനൈസേഷൻസ് അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 4 ഇസ്ലാമിക ടെറർ ഓർഗനൈസേഷൻസ് ആണ്. JNIM, അതുപോലെ ISIS, ഇപ്പോൾ ഹമാസും ആ പട്ടികയിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ ടോപ്പ് 20 ടെറർ അറ്റാക്സ് നമ്മൾ എടുക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കുക. ആ 20 എടുത്തു കഴിഞ്ഞാൽ 20 ഇസ്ലാമിക് ടെറർ അറ്റാക്സ് ആണ്. അതിന് പിന്നിലുള്ള ആശയം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. അവിടെ ഹിന്ദുമതം ഇല്ല, അവിടെ ക്രിസ്ത്യാനിറ്റി ഇല്ല, അവിടെ ജൂതനില്ല, ജൈനനില്ല, ബുദ്ധനില്ല, നിരീശ്വരവാദി ഇല്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഇത് പറയേണ്ട ഒരു കാര്യം നമുക്കില്ല. ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ചെയ്യുന്നതിൻ്റെയും അരിഫെ അതിനകത്തൊരു മറുവശമുള്ളതേ,
ടെറർ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെയും അത് ഡിഫൈൻ ചെയ്യുന്ന ഏജൻസിയുടെയും ഒക്കെ താല്പര്യം അനുസരിച്ചിരിക്കും കേട്ടോ. കാരണം ഞാനൊരു ഒരൊറ്റ കാര്യം പറയാം ചരിത്രത്തിൽ നിന്ന്. ഉം. ടെറർ എന്ന ആദ്യം വിളിക്കപ്പെട്ട വിപ്ലവം ഫ്രഞ്ച് വിപ്ലവമായിരുന്നു 1789. പറഞ്ഞോളൂ. ശരി. പക്ഷേ ഞാനിപ്പോൾ പറയുന്നു, ഇപ്പം നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് പ്രകാരമുള്ള ഈ ടെറർ ഓർഗനൈസേഷൻസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഒരു കൺഫ്യൂഷൻ ഇല്ല. അവരവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ടെറർ എന്നുള്ളത്. ആ ടെറർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഐഡിയോളജി ബാക്കിങ്ങോട് കൂടി അവരെ കൃത്യമായ ടെററൈസേഷൻ അതിനകത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് അത് തന്നെ അവിടെ കാണിച്ചുകൊണ്ട് അവരത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഡെഫിനേഷനിൽ പറയുന്നത്. അത് JNIM കാണിക്കുന്നുണ്ട്, അവിടെ ISIS കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഹമാസ് എന്താ ചെയ്തത് ഒക്ടോബർ 7-ന്? അവർ കടന്നു ചെന്നുകൊണ്ട് ഇസ്രായേലിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ അവർ വീഡിയോ എടുത്ത് അവർ തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഞങ്ങളുടെ പകരം വീട്ടിൽ ഇങ്ങനെയാണ് എന്ന് കാണിച്ചുകൊണ്ട് ബാക്കിയുള്ള ആളുകളെയും ടെററൈസ് ചെയ്യുക എന്നത് തന്നെയാണ് അവിടെ അവരുദ്ദേശിക്കുന്നത്. ഇത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. തീർച്ചയായിട്ടും ഹമാസ് അക്രമത്തെ എല്ലാവരും അപലപിക്കുന്ന കൂട്ടം, നമുക്ക് അപലപിക്കുന്നതാണ്. പക്ഷേ ബിഫോർ ആൻഡ് ആഫ്റ്റർ കൂടി പരിശോധിക്കുമ്പോഴാണ് അതിനുശേഷം എന്ത് നടന്നു, ഇന്ന് എന്താണ് ഫലസ്തീൻ ഭൂപ്രദേശത്തിൻ്റെ അവസ്ഥ, അവിടെ എന്താണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് കൂടി ചേർത്ത് പറയുമ്പോഴല്ലേ അത് ചേർത്ത് പറയണമല്ലോ. ചേർത്ത് പറയുമ്പോൾ എന്താണ് അവിടെ ഹമാസ് ചെയ്ത് കൂട്ടിയതെന്ന് കൂടുതൽ വെളിച്ചത്ത് വരും. അതേ അതിൽ സംഭവിക്കുകയുള്ളൂ. ഹമാസ് ചെയ്തത് എന്താണ്? അവിടെ സ്കൂളുകളുടെയും ഹോസ്പിറ്റലുകളുടെയും നഴ്സറി സ്കൂളിൻ്റെയും അടിയിൽ പോയിട്ട് തുരങ്കം പണിതിരുന്നിട്ട് അവിടെ ഇരുന്ന് ഹ്യൂമൻ ഷീൽഡ്സിനെ വെച്ചുകൊണ്ട് ബോംബിട്ട് കഴിഞ്ഞാൽ തിരിച്ച് അവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തിനാണ് അതൊക്കെ പറയുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഞങ്ങൾ ഈ നിലയിലാക്കിയത് ഹമാസാണ്, അവരെ കൊന്നു തീർക്കൂ, നിങ്ങൾ ഏതെങ്കിലും ഫൈറ്റർ ജെറ്റ് വിട്ടിട്ടാണെങ്കിൽ അവരെ ഇടിച്ച് വീഴ്ത്തൂ എന്ന് ഗാസയിലെ ജനത നിലവിളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ റിപ്പോർട്ടറെ പിടിച്ച് ഉമ്മ വെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത്തരം വാർത്തകൾ വരുന്നുണ്ട്. അതേ സമയത്ത് തന്നെ മാർപ്പാപ്പയെ പോലുള്ള ആളുകൾ ലോക ചരിത്രത്തിലെ വലിയ ജിനോസൈഡാണ് ഇപ്പോൾ ഇസ്രായേലിൽ പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. രണ്ടും കാണേണ്ടതാണ് സ്വതന്ത്ര ചിന്ത. യെസ്, നമ്മൾ രണ്ടും കാണുന്നത് കൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. അതായത് നമ്മുടെ ലക്ഷ്യം ആ പ്രശ്നം അവസാനിക്കുക എന്നുള്ളതാണ്. ആ യുദ്ധം അവിടെ തീരണം. ആ തീരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കണം. നമ്മൾ ഈ ഇസ്രായേലിനെ കുറ്റം നടത്തുന്നവരായിട്ട് ചിത്രീകരിക്കുന്നു, അവർ തീവ്രവാദികളാണെന്ന് പറയാൻ വേണ്ടി കാണിക്കുന്നു. എവിടെയെങ്കിലും ഒരു വാക്ക് ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കൂ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ടോ? അതൊരു ഇരട്ടത്താപ്പാണ്. ഇവിടെ ഇതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്ന എന്താണ്? അവരുടെ നേഷനെ അവർ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നു. അവരുടെ നാട്ടിൽ തന്നെ പാലസ്തീനികളായിട്ടുള്ള ആളുകൾ പൗരന്മാരായിട്ട് ജീവിക്കുന്ന അറബികളായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവർക്ക് അങ്ങനെ കൊന്നു തള്ളണമെന്നൊക്കെ ഉള്ള ഒരു ജെന്യൂനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം കൊന്നുതള്ള അവരുടെ ടെറിട്ടറിക്ക് അകത്തുള്ള ആളുകളെയാണ് ജനോസൈഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അതല്ലല്ലോ ഇവിടെ നടക്കുന്നത്. എന്നാൽ കൃത്യമായിട്ട് ജനോസൈഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മളുടെ നോർത്ത് കൊറിയയിൽ നടക്കുന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഇപ്പോൾ ഇറാനിൽ അവിടുത്തെ ഭരണാധികാരികൾ റെയ്സിയും അവരൊക്കെ ചെയ്തു കൂട്ടിയുള്ള കാര്യങ്ങൾ, മാസാമിനിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഇപ്പോൾ നമ്മൾ അസാദ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറിയയിൽ നടക്കുന്ന കാര്യങ്ങൾ, യമനിൽ നടക്കുന്ന, ഇതൊന്നും ജനോസൈഡ് അല്ലേ? താലിബാനിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതൊന്നും നമ്മുടെ മീഡിയക്കും സുഡാനിൽ നടക്കുന്ന. ശരിയാണ്. നമ്മുടെ മീഡിയക്കും നമ്മുടെ നിരീക്ഷകന്മാർക്കും പ്രത്യേകിച്ച് നമ്മുടെ ജീനിയസുകൾക്കും ഒക്കെ തന്നെ നമ്മുടെ കാഴ്ചകളിൽ ഏകപക്ഷീയതയുണ്ട്. അതിനൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ആരിഫ് പറഞ്ഞു വന്ന കാര്യം പൂർത്തിയാക്കൂ. പുതിയ കാലത്തെ ലോകസമാധാനത്തെ അപായപ്പെടുത്തുന്നതിൽ ഇസ്ലാമിൻ്റെ പങ്ക് എത്രത്തോളം രൂക്ഷമാണ്? ഭാവിയിൽ അത് എന്തുമാത്രം ശക്തിപ്പെടുമെന്നാണ് ആരിഫ് കരുതുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഭാവിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊന്നുതള്ളിയ, ഡിസ്പ്ലേസ്ഡ് ആക്കിയ ഒരു ആശയം ഉണ്ടെങ്കിൽ അത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നാം ലോക മഹായുദ്ധമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മത ഇതരമായ കാരണങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമായിരിക്കും, ഇൻക്ലൂഡിങ് കമ്മ്യൂണിസ്റ്റ് വയലൻസ്. പക്ഷേ ഒരു 30 വർഷമോ ഒരു 50 വർഷമോ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഒന്നാമതായിട്ട് നമ്മൾ എണ്ണാൻ പോകുന്നത് ഇസ്ലാമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു 2024 അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളെടുത്ത് നോക്കുമ്പോൾ ഇതിൽ ഈ ഒന്നാം ലോക മഹായുദ്ധമായാലും കമ്മ്യൂണിസ്റ്റ് വയലൻസുകളായാലും ഇതെല്ലാം അവസാനിച്ച സംഗതികളാണ്. അതിന്ന് തുടരുന്നില്ല. അതേസമയം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ അതിന്ന് തുടരുന്നു. അതിലെ സെക്ടേറിയൻ വയലൻസ് തുടരുന്നു. അതിലെ വാർ ഓൺ ടെറർ അത് തുടരുന്നു. അതുപോലെ ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് ഇസ്ലാമിൻ്റെ ബേസിസിലുള്ളത്, ഷിയ സുന്നി തർക്കമടക്കമുള്ളത് അത് ഇന്നും തുടരുകയാണ്. അത് ഇന്നും തുടരും എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക അത് ഇന്നലെ മിനിയാന്ന് തുടങ്ങിയതല്ല. അത് മുഹമ്മദ് നബി അവിടെ മരിച്ചു കിടക്കുമ്പോൾ തുടങ്ങിയ സാധനമാണ് ഈ ഷിയ സുന്നി തർക്കം എന്ന് പറയുന്നത്. അത് ഇന്നും തീർന്നിട്ടില്ല. അത് ഈ അടുത്തൊന്നും തീരാനും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ ഒരു പെർപെച്വേഷൻ ഈ ഇസ്ലാമിക് ടെററിനുണ്ട്. അതുമാത്രമല്ല, ഒരു രാജ്യ അതിർത്തി പോലും ബാധകമല്ല, അതിനൊരു കൺഫൈൻമെൻ്റ് ഇല്ല എന്നതും, പിന്നെ ഇതിനകത്ത് ഡിറ്ററൻസ് ആയിട്ട് ഇതിനകത്ത് വർത്തിക്കാൻ സാധ്യതയുള്ള ഹ്യൂമൻ റൈറ്റ്സ് മുന്നിൽ വെച്ചുകൊണ്ട് നമുക്കതിന് എതിരിടാൻ സാധിക്കുന്ന ഒരു നിലപാടും അത് ഈ വയലൻസിന് മുന്നിൽ എടുക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇവരെ നയിക്കുന്നത് മറ്റ് ചില ലക്ഷ്യങ്ങളാണ്. ആ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഹാദ് ചെയ്ത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്നുള്ളത് അടക്കമുള്ള അതിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് വെച്ചിട്ടൊന്നും തടയാൻ കഴിയില്ല എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഇതിൽ അതെ ആകെയുള്ള വഴി അല്ലേ എന്ന് പറയുന്നത് ആരിഫ് ഇതിലേക്ക് ആരിഫ് ആളുകൾ നിരീക്ഷ എത്തിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. അതെ കറക്റ്റാണ്. ഞാൻ ഒറ്റ ചോദ്യം കൂടി അവസാനമായിട്ട്, ഇതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഇസ്ലാമിക് ടെററിൻ്റെ പിന്നിൽ ഒരു ഐഡിയോളജി ഉണ്ട് എന്നത് ശരി തന്നെയാണ്. തീർച്ചയായിട്ടും ഏതൊരു ഐഡിയോളജിയുടെ പേരും മനുഷ്യനെ കൊല്ലാനുള്ള ഐഡിയോളജി അല്ലെങ്കിൽ പരലോകത്ത് മോക്ഷം കിട്ടാൻ വേണ്ടി മനുഷ്യനെ കൊല്ലുന്ന ഐഡിയോളജി തീർച്ചയായിട്ടും ജനവിരുദ്ധമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ ഭൂമിയുടെ ഇപ്പോൾ ആരിഫി പറഞ്ഞു വരുന്ന ചരിത്രത്തിൽ ഒരുപക്ഷെ ഭാവി വിലയിരുത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളിയായി, ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊലയാളിയായി ഇസ്ലാമിക് ടെററിസം വരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ സ്കോഴ്സ് എടുക്കുമ്പോഴേ അതിൻ്റെ കണക്ക് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ പലപ്പോഴും രാഷ്ട്രീയമായ അക്കൗണ്ടുകൾ, രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തപ്പെട്ട വെറും ചട്ടുകങ്ങളായിട്ട് ഈ പാവം ടെററിസ്റ്റുകൾ മാറുന്നില്ലേ എന്നൊരു കണക്കൂടി എടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് ബിൻ ലാദനെ സൃഷ്ടിച്ച അമേരിക്കയാണ്. സോവിയറ്റ് യൂണിയൻ തകർക്കുകയായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞപ്പോൾ അവർ അമേരിക്കയെ തിരിച്ചടിച്ചു. ഇന്നിപ്പോൾ ഇസ്രായേലിന് വേണ്ടി സംസാരിക്കാൻ ഒരു കാലത്തുണ്ടായിരുന്ന അറബ് രാജ്യങ്ങളൊക്കെ മാറിയ താല്പര്യം അനുസരിച്ച് അവർക്കൊക്കെ ഇസ്രായേൽ വേണമെന്നുള്ളതുകൊണ്ട് ആരും ഇല്ലാതാവുമ്പോൾ ഈ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി തീരെഴുതപ്പെട്ട തീവ്രവാദികളായിട്ട് ഈ ഹമാസും ഹിസ്ബുള്ളയൊക്കെ മാറുകയല്ലേ യഥാർത്ഥത്തിൽ? ഒന്നാലോചിച്ച് നോക്കൂ. പറഞ്ഞുതരാം. അതായത് ബിൻ ലാദനെ സൃഷ്ടിച്ചത് അമേരിക്കയാണെന്ന് പറയുമ്പോഴും അവിടെ ഇപ്പോൾ മുഹമ്മദ് നബി മദീനയിലേക്ക് പോകുന്നു, ഹിജറ പോകുന്നു, എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് മക്കൾക്കാർക്കെതിരെ ആക്രമിക്കാൻ വേണ്ടി തുടക്കമിടുന്നു എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി എങ്ങനെയാണ് പോയത്? മുഹമ്മദ് നബിക്ക് അവിടെ ചെന്നിട്ട് പറയാനുണ്ടായിരുന്നത് എന്താണ്? ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത്. അതായത് മുഹമ്മദ് നബിക്ക് ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. അതായത് നമ്മളൊരു അലയൻസ് ഉണ്ടാകുമ്പോൾ അത് ഒരു പാർട്ടിക്ക് മാത്രമേ അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളൂ എന്ന് വരുത്തി തീർത്തിട്ട് അതിനെ ലഘൂകരിക്കരുത്. പാവം ടെററിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പടച്ചോൻ പൊറുക്കില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. എടുത്തോളൂ, ഇൻവേർട്ടർ കോമ അല്ല, എടുത്തോളൂ. ഞാൻ പറയാണ് അവിടെ ബിൻ ലാദന് അമേരിക്കയോടൊപ്പം ചേരാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ബിൻ ലാദന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് എന്താണ്? അത് മുഹമ്മദ് നബിയുടെ ഇൻട്രസ്റ്റ് ആണ്. ശത്രുവിന്റെ ശത്രു മിത്രം എന്നതാണ് അവിടുത്തെ പോളിസി. അപ്പോൾ ഐഡിയോളജി ലക്ഷ്യം എന്താണ്? അത് സ്വാഭാവികമാണ്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പ്ലെയർ ആയിട്ട് നിൽക്കാൻ സാധിക്കുന്ന ഒരു കൂട്ടം ഈ ഐഡിയോളജിയുടെ പേരിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഈ ഒരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വെച്ചുകൊണ്ട് ദലൈലാമയെ കൂട്ടുപിടിക്കാൻ പറ്റാത്തത്? അതല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും സ്വാതി പ്രാച്ചിയെ കൂട്ടുപിടിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റുമായിട്ട് മുന്നോട്ട് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അത് സാധിക്കുന്നു. ചില ക്രിസ്ത്യൻ മേഖലയിലുള്ള ആളുകളുമായിട്ട് അത് സാധിക്കുന്നു. പക്ഷേ ഈ മേഖലയിലേക്ക് വരുമ്പോൾ അത് നടക്കുന്നില്ല. അപ്പോൾ ചില മതങ്ങൾക്ക് അങ്ങനെ ഒരു പെക്യുലാരിറ്റി ഉണ്ട്. നിലവിൽ അത് ഇസ്ലാമിനാണ്. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടത് നമ്മളെപ്പോഴും പറയാം ഒസാമ ബിൻ ലാദൻ്റെ കാര്യം. ഞാൻ അതിനേക്കാൾ മികച്ച ഉദാഹരണം പറയാം, അത് ഈജിപ്തിലാണ്. ഇൻതിഫാദ എന്ന് പറയുന്ന വാക്ക് തന്നെ എവിടുന്നാണ് ലോഞ്ച് ആവുന്നത്? അത് ഈജിപ്തിലാണ്. അത് ആരാ ഇട്ട് കൊടുത്തത്? അത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ഉണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിൽ അവിടെ ഒരു ഓവർത്രോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കൂട്ടുപിടിച്ചത് അവിടെ ഈ നാഷണലിസ്റ്റിക് അല്ലെങ്കിൽ ഈ ഭരണ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന ഇസ്ലാമിസ്റ്റുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെച്ച ആശയം അതാണ് അവസാനം അവിടുത്തെ ഇസ്ലാമിക് റവല്യൂഷനിലേക്ക് വരുന്നതും അങ്ങനെ അവർ വിജയിച്ചതിന് ശേഷം കമ്മ്യൂണിസ്റ്റുകാർ കൊന്നുതള്ളിയതും. അങ്ങനെയാണ് അവിടെ ഇറാനിലും ഇത് സംഭവിക്കുന്നത്. വളരെ ഗുരുതരമായൊരു നിരീക്ഷണം കൂടി നടത്തുകയാണ്. അതായത് ഇസ്ലാമിക് ഐഡിയോളജിയെയും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ അധിനിവേശത്തിന് വേണ്ടി ഉപയോഗിച്ച ചരിത്രമുണ്ട്. യെസ്, അതവിടെ ഞാൻ അസത്യമല്ലല്ലോ പറഞ്ഞത്, നടന്ന കാര്യമല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അമേരിക്കയുടെ മാത്രം പറഞ്ഞാൽ പോരാ, കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയതും പറയണം. ഇതൊരു അലയൻസ്, ഇത് പവർ പൊളിറ്റിക്സിൽ അവിടെ അലയൻസുകൾ ഉണ്ടാക്കുക, അതിന് ഇരു കൂട്ടർക്കും ഉള്ള കോമൺ ഗോൾസ് ഉപയോഗിക്കപ്പെടുക എന്ന് പറയുന്നത് അത് സ്വാഭാവികമാണ്. അത് ആധുനിക ലോകത്ത് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ അതിനകത്ത് ഈ എക്സ്റ്റേണൽ തേർഡ് പാർട്ടീനെ മാത്രം കുറ്റം പറയരുത്. ഇവിടെയുള്ള ഓൺ പാർട്ടീനെയും കൂടി നമ്മൾ കുറ്റം പറയണം. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം പറയണം. ആ ലക്ഷ്യം എന്താണ്? അത് ഇസ്ലാമിക രാജ്യമാണ്. അതാണ് അവർ കൊണ്ടു നടന്നത്. യെസ്, തീർച്ചയായിട്ടും ഇസ്ലാമിക രാഷ്ട്രം എന്ന ഒരു സ്വപ്നം സെമിറ്റിക് മതം, ഇസ്ലാമിക് മതത്തിന് മാത്രമല്ല തോന്നുന്നു അല്ലേ, സെമിറ്റിക് മതങ്ങളുടെ ഒക്കെ ഉള്ളിൽ അങ്ങനെ ഒരു രാഷ്ട്ര സങ്കല്പം ഉണ്ട് അല്ലേ, ഒരു മതരാഷ്ട്ര സങ്കല്പം യെസ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ക്രിസ്ത്യൻ രാജ്യങ്ങൾ, അതായത് എന്താ പറയുക, കാനൺ നിയമമൊക്കെ വെച്ചുകൊണ്ടുള്ള ക്രിസ്തു രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഇന്ന് പറയുന്ന ഡെമോക്രസി എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു വലിയ റോൾ ക്രിസ്ത്യാനികൾക്കുണ്ട്. ക്രിസ്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നുകൊണ്ട്, അതായത് നന്മയുടെ കാര്യങ്ങൾ അതുപോലുള്ള വിഷയങ്ങളൊക്കെ കൂടുതൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കുറച്ചും കൂടിയും പാലറ്റബിൾ ആയിട്ടുള്ളൊരു സാധനമാക്കി മാറ്റാൻ അവർ മുന്നിട്ട് ഇറങ്ങിയത് എന്തുകൊണ്ടാണ്? കാലം മാറി എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു തിരിച്ചറിവ് ഈ ഇസ്ലാം എന്ന് പറയുന്ന സെമിറ്റിക് മതത്തിന് വരുന്നില്ല. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അവരിപ്പോഴും
ഈ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ലോകം മുഴുവൻ രാജ്യ അതിർത്തി പോലും ബാധകമാക്കാതെ ഗ്ലോബലൈസിങ് ഇന്തിഫാദ എന്നൊക്കെ പറയുന്നുള്ള അശ്ലീലം പറഞ്ഞുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ അത് ലോകം മൊത്തം കുട്ടിച്ചോറാക്കുന്നതിന് തുല്യമാണ്. അവിടെയാണ് നമ്മൾ ഇതിൻ്റെ പ്രശ്നം പറയുന്നത്. എന്നുവെച്ചാൽ ലോകം മുഴുവൻ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഡെമോക്രാറ്റൈസേഷൻ അല്ലെങ്കിൽ ജനാധിപത്യവൽക്കരണം എന്ന പ്രക്രിയയ്ക്ക് ഇപ്പോഴും പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രം, അല്ലേ? അതാണ് ലോകസമാധാനത്തിന് ഈ കാലത്ത് മാത്രമല്ല വരും കാലത്തും വലിയ അപകടമായി തീരുക എന്ന് ആരിഫ് ഹുസൈൻ നിരീക്ഷിക്കുന്നു. വല്ലതും കൂട്ടി പറഞ്ഞാൽ പോരാ, പുറംതിരിഞ്ഞ് നിൽക്കുക എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് ജനാധിപത്യപരമായ രീതിയിൽ സെക്യുലറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ കടന്നു ചെന്നുകൊണ്ട് അതിന് തുരങ്കം വെച്ച് അതിനെ തിരിച്ച് മതവൽക്കരിക്കുന്നതിന് പോലും വഴിവെക്കുന്നു. ആ പണി മറ്റു മതങ്ങൾ ചെയ്യുന്നില്ല. ആ ഒരു ഇൻക്ലൂസീവ്നെസ്, ആ ഒരു എന്താ പറയുക, ഒരു അമാൽഗമേഷൻ. അപ്പോൾ ഒരു ഹിന്ദു പോലും യൂറോപ്പിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടൊരു പേരുദോഷം നമ്മൾ കേട്ടിട്ടില്ല. ഒരു ക്രിസ്ത്യാനി അവിടെ ചെന്നിട്ട് അവിടെ പോയിട്ട് അത് ക്രിസ്ത്യൻ രാജ്യമാക്കണം എന്ന് പറയുന്നത് ഒരു പേരുദോഷം നമ്മൾ കേട്ടിട്ടില്ല. അതേസമയം ഈ അഭയാർത്ഥികളായിട്ട് ചെന്ന ആളുകൾ, ഇല്ലീഗലായിട്ട് ചെന്ന ആളുകൾ പോലും അവിടെ ചെന്നിട്ട് എന്താ പറയുന്നത്, ശരിയ ഫോർ UK, ശരിയ ഫോർ ഇറ്റലി, ശരിയ ഫോർ ഫ്രാൻസ്, ശരിയ ഫോർ ജർമ്മനി, ഇതെല്ലാം പറയുന്നത് ഇസ്ലാമാണ്. ഇതുകൊണ്ടാണ് അത് പ്രശ്നമാവുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പുറംതിരിഞ്ഞ് നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓൾറെഡി ഉള്ള ആളുകൾ ഓക്കെയാണ്, കുറച്ച് ആളുകൾ പുറത്തുനിന്നാണ് പ്രശ്നം. അങ്ങനെയല്ല, ഉള്ള ആളുകൾ പോലും ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്കിത് മാറ്റിമറിച്ച് ഇസ്ലാം ഇവിടെ കൊണ്ടുവരണം എന്ന് പറയുന്നു. ഉള്ളതിനെ, എക്സിസ്റ്റിംഗ് സാധനത്തിന് അവിടെ തട്ടിമറിച്ചിടാൻ വേണ്ടിയിട്ട് അട്ടിമറിക്ക് പോലും ശ്രമിക്കുന്നു എന്നിടത്താണ് ഇത് പ്രശ്നമായിട്ട് മാറുന്നത്. യെസ്, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് എക്സ് മുസ്ലിംസ് ശക്തിപ്പെടുന്നത്. തീർച്ചയായിട്ടും, അത് നമ്മൾ പറയണ്ടേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.